ഗേഹൂം ബനാം ഗുലാബ്, രാം ഋഷ് ബേനിപുരിജിയുടെ ഒരു ലളിത് നിബന്ധ്. ഗേഹൂം ബനാം, ബനാം എന്ന് വെച്ചാൽ വേഴ്സസ്, നമ്മൾ പറയില്ലേ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, അതുപോലെ ഗേഹൂം ബനാം ഗുലാബ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. ഗേഹൂം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തെയാണ്, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് നീഡ്സിനെയാണ് ഗേഹൂം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗുലാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചറൽ ആസ്പെക്റ്റ്, അതിൽ മ്യൂസിക് ഉണ്ട്, നമ്മുടെ നൃത്തമുണ്ട്, നമ്മുടെ സംഗീതമുണ്ട്, നമ്മുടെ ആർട്ട് ഫോംസ് ഉണ്ട്, ഫെസ്റ്റിവിറ്റീസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഗുലാബ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ശ്രേഷ്ഠം എന്നാണൊരു ചോദ്യം. അതോ ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണോ ലൈഫിൽ വേണം ഗുലാബ്? ഇതിനെപ്പറ്റിയുള്ള ഒരു വിശകലനമാണ് ഗേഹൂം ബനാം ഗുലാബ് എന്ന ഈ ഒരു ലളിത് നിബന്ധ്. ഗേഹൂം ഹം ഖാത്തെ ഹൈ, ഗുലാബ് സൂംഘത്തെ ഹൈ. ഏക് സെ ശരീർ കി പുഷ്ടി ഹോത്തി ഹൈ, ദൂസരെ സെ മാനസ് തൃപ്ത് ഹോത്താ ഹൈ. ലേഖക് പറയുന്നത് നമ്മൾ ഗേഹൂം, ഗോതമ്പ്, അത് നമുക്ക് അരിയാകാം. നോർത്ത് ഇന്ത്യയെ ബേസ് ചെയ്തുള്ള റൈറ്റർ ആയത് കാരണം ഗേഹൂം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അരി ആയാലും ഏത് ധാന്യമായാലും ഹം ഖാത്തെ ഹൈ और गुलाब को हम सूंघते हैं. सूंघना मणपिക്കുക. एक से शरीर की पुष्टि होती है, दूसरे से मानस तृप्त होता है. अब गेहूँ खाने से हमारी शरीर की पुष्टि होती है. നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്കും ശാരീരിക ആവശ്യങ്ങൾക്കുമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. और दूसरे से क्या होता है, दूसरे से മാനസ് തൃപ്ത് होता है. നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നതാണ് നമ്മൾ സംഗീതം കേൾക്കുന്നതും നല്ല നല്ല ആർട്ട് ഫോംസ് കാണുന്നതും. ഇതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഗേഹൂം ബഡ യാ ഗുലാബ്, ഹം ക്യാ ചാത്തെ ഹൈ, പുഷ്ട് ശരീർ യാ തൃപ്ത മാനസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് ആഗ്രഹം? നമുക്ക് പുഷ്ട ശരീർ, നല്ലൊരു ഫിസിക്കാണോ, നമ്മളൊരു ഫിസിക്കൽ സ്ട്രക്ചറാണോ നല്ലത്, നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണോ പ്രധാനം, അതോ തൃപ്ത മാനസ്, നമുക്ക് മെൻ്റലി നമുക്ക് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണോ വേണ്ടത്, നമുക്ക് മെൻ്റൽ ഗ്രോത്ത് ആണോ വേണ്ടത്, അതോ ഒരു ഫിസിക്കൽ ഗ്രോത്തിലാണോ നമ്മൾ ഊന്നൽ നൽകുന്നത്? യാ പുഷ്ട ശരീർ പർ തൃപ്ത മാനസ്, അതോ ഒരു ഹെൽത്തി ബോഡിയിൽ ഒരു സൗണ്ട് മൈൻഡ്, അതാണോ അതിൻ്റെ കറക്റ്റ് ഫോർമേഷൻ, അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ജബ് മാനവ് പൃഥ്വി पर आया भूख लेकर शुधा शुधा पिपासा पिपासा. जब മാനവ് पहले പൃഥ്വി पर आया, മനുഷ്യൻ ജനിച്ചപ്പം തന്നെ ശുദ്ധ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വിശപ്പ്, പിപാസ ദാഹം. ശുദ്ധ പിപാസ പിപാസ, क्या खाए क्या पिए, माँ के स्तनों को निचोड़ा, वृक्षों को झकझोरा, कीट पतंग पशु पक्षी कुछ न छूट पाए उससे. മുലപ്പാൽ കുടിക്കുന്നത് തൊട്ട് പിന്നെ വൃക്ഷങ്ങളിലുള്ള ഫലവർഗാദികളെല്ലാം ഭക്ഷിച്ചു മനുഷ്യൻ. കീട്ട് പതംഗ്, ഈവൻ പലതരത്തിലെ കീടങ്ങളെയും പലതരത്തിലുള്ള കീടങ്ങളെയും ജന്തുക്കളെയും എല്ലാം മനുഷ്യൻ ഭക്ഷിച്ച്. പശു പക്ഷി കുച്ച് ന छूट पाए उससे, കണ്ണി കണ്ടതെല്ലാം മനുഷ്യൻ വിശപ്പിന് വേണ്ടി ഭക്ഷിച്ചു. ക്യോങ്കി ജബ് സെ വോ പൃഥ്വി പർ ആയാ ഹൈ ഭൂഖ് ലേക്കർ ആയാ ഹൈ, വിശപ്പും കൊണ്ടാണ് മനുഷ്യൻ ജന്മം എടുത്തിരിക്കുന്നത്. गेहूँ उसकी भूख का काफिला आज गेहूँ पर टूट पड़ा है. गेहूँ उपजाओ गेहूँ उपजाओ गेहूँ उपजाओ, मैदान जोते जा रहे हैं, बाग उजाड़े जा रहे हैं गेहूँ के लिए. ഇതൊരു ഇപ്പം ചുറ്റിനും ഗോതമ്പിനുള്ള ഒരു മുറവിളിയാണ്, അഗ്രികൾച്ചറിനുള്ളൊരു മുറവിളിയാണ്. എത്ര കൂടുതൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ അഗ്രികൾച്ചറിനെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു മുറവിളിയാണ് നാല് വശവും കാണുന്നത്. ഇതൊരു 1940s 50s ഒക്കെ ഉള്ള സമയത്തുള്ളൊരു സീനാണ് ഇന്ത്യയിലെ. ആ സമയത്ത് അതിന് മുമ്പ് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സമയത്തും വലിയ ഫാമിൻ ഉണ്ടായിരുന്നു, ഉണക്ക്, ഭക്ഷിക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥ. അതിനുശേഷം പിന്നെയും ബീഹാർ, ബംഗാൾ പല ഏരിയാസിൽ ഇങ്ങനെ ഉണക്ക് നിരന്തരമായി വന്ന് അങ്ങനെ ഗവൺമെൻറ് വളരെ ആലോചിച്ച് എങ്ങനെ ഒരു ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരണം, എങ്ങനെ നല്ല വിത്തുകൾ പാകണം, എങ്ങനെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് മെച്ചപ്പെടുത്തണം, എങ്ങനെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ആ കാലത്താണ് ഡാംസ് ഒക്കെ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് അന്നത്തെ എഴുത്തുകാരൻ എഴുതിയ ഒരു ലളിത് നിബന്ധാണ്. അപ്പം ഗേഹൂം ഉപജാओ, എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക്
കാര്യങ്ങളിൽ മാത്രം ഭക്ഷണ പദാർത്ഥത്തിലേക്ക് കേന്ദ്രീകരിച്ച് മാത്രം എല്ലാവരും ചിന്തിക്കുമ്പം എഴുത്തുകാരന് നാച്ചുറലി അതിനൊരു ഉത്കണ്ഠ തോന്നും. ആ ഒരു ഉത്കണ്ഠയാണ് രാംഋഷ് ബേനിപുരിക്കും തോന്നിയത്. ക്യോങ്കി ചാരോ ഓർ ഭൂഖ് की बात हो रही है, ശാരീരിക് ഭൂക്ക് മിട്ടാനെ കി ബാത് ഹോ റഹി. നമ്മുടെ ഫിസിക്കൽ നീഡ്സിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹം മുഴുവനായിട്ട് അങ്ങ് മുറ വിളിക്കുന്നു. അത് കണ്ടപ്പം എഴുത്തുകാരനൊരു ബുദ്ധിമുട്ട് തോന്നി. ഗേഹൂ ഉപജാओ ഗേഹൂ ഉപജാओ, मैदान जोते जा रहे हैं, ബാഗ് ഉജാടെ ജാ രഹേ ഹെ ഗേഹൂ കെ ലിയെ. അപ്പോൾ വലിയ തോതിൽ കൃഷി ചെയ്യുമ്പം കൃഷിസ്ഥലങ്ങൾ അതിനുവേണ്ടി സജ്ജീകരിക്കുന്നു. ഒപ്പം ബാഗ് ഭി ഉജാടെ ജാ രഹേ ഹെ, ബാഗ് ഗാർഡൻ. അപ്പോൾ കൃഷിസ്ഥലങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിന് അനിവാര്യമാണോ അതുപോലെ പൂന്തോട്ടങ്ങളും അനിവാര്യമാണ് എന്നതാണ്. എന്നുവെച്ചാൽ ശാരീരിക നീഡ്സ്, നമ്മുടെ ഫിസിക്കൽ നീഡ്സ്, നമ്മുടെ വിശപ്പ്, ദാഹം, പിന്നെ മറ്റ് ശാരീരിക ആവശ്യങ്ങൾ എങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ നമ്മുടെ മാനസ്കോ തൃപ്ത് കർണേക്ക് ബാത്തേ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ബേച്ചാര ഗുലാബ് ഭരി ജവാനി മേ സിസ്കിയാ ലേ രഹാ ഹെ. അതുകൊണ്ട് ആ ഒരു ഗുലാബിൻ്റെ അവസ്ഥ നോക്കിയേ. ഭരി ജവാനി മേ സിസ്കിയാ ലേ രഹാ ഹെ. ആ യൗവനത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു ഗുലാബിൻ്റെ അവസ്ഥ, ആ ഒരു റോസാ പുഷ്പത്തിൻ്റെ അവസ്ഥ, അത് പൂർണ്ണമായിട്ട് വളരുന്നതിന് മുമ്പ് അത് നിലവിളിക്കുകയാണ്. शरीर की आवश्यकता ने मानसिक वृत्तियों को कहीं कोने में डाल रखा है, दबा रखा है. शरीर की आवश्यकता बढ़ रही है. ആ സമയത്ത് മനസ്സിൻ്റെ ആവശ്യം അത് ഏതോ ഒരു മൂലയ്ക്ക് തള്ളിയിരിക്കുകയാണ്. കിന്തു ചാഹെ കച്ചാ ചരേ യാ പക്കാ കർ ഖായേ ഗേഹൂ തക് പശു ഓർ മാനവ് മേ ക്യാ അന്തർ. പക്ഷേ റൈറ്റർ പറയുന്നത് ഭക്ഷണ പദാർത്ഥത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വാസ്തവത്തിൽ എന്താണ് വ്യത്യാസം? ഏക് തോ കച്ചാ ഖാത്താ ഹെ, മൃഗങ്ങൾ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നു, കച്ചാ ഖാന. ഓർ ആദ്മി ക്യാ കർത്താ ഹെ, മാനവ് പക്കാക്കർ ഖാത്താ ഹെ. ഗേഹൂ തക് പശു ഓർ മാനവ് മേ ക്യാ അന്തർ. അപ്പം ഭക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ മനുഷ്യനും മൃഗവും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. മാനവ് കോ മാനവ് ബനായ ഗുലാബ് ने, मानव तब बना जब उसने शरीर की आवश्यकताओं पर मानसिक वृत्तियों को तरजीह दी. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കിയത് എന്താണ്? ഗുലാബിനെ. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തം. മൃഗങ്ങൾ സംഗീതം ആസ്വദിക്കുന്നതോ, മൃഗങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് സാഹിത്യം വായിച്ച് ആസ്വദിക്കുന്നതോ, മൃഗങ്ങൾ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നതോ അങ്ങനെ ഒന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത്, മനുഷ്യൻ്റെ മാനസിക വികാസം, മാനസിക ഉല്ലാസം ആണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. यही नहीं, जब उसकी भूख खाँव खाँव कर रही थी तब भी उसकी आँखें ഗുലാബ് पर टंगी थी. അതുപോലെ തന്നെ മനുഷ്യന് വിശന്ന് ചാവുന്ന സമയത്തും സൗന്ദര്യബോധം എന്നുള്ളൊരു കാര്യം മനുഷ്യൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. उसका प्रथम संगीत निकला जब उसकी कामिनियाँ गेहूं को ऊखल और चक्की में पीस कूट रही थी. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ ഫോക്ക് സോങ്സ്, നമ്മുടെ സംഗീതം, അതിൻ്റെ ഉറവിടമൊക്കെ തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ ജബ് ഉസ്കി കാമിനിയ ഗേഹൂ കോ ഊഖൽ ഓർ ചക്കി മേ പീസ് രഹി ഥി, ചക്കിയിലൊക്കെ ഇട്ട് ഈ ഗോതമ്പിനെ പൊടിക്കുന്ന സമയത്ത് കാമിനികൾ, ആ സ്ത്രീകൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു താളവും ലയവും, ആ ഒരു ചെയ്യുന്ന ജോലിക്ക് ഒരു ഉത്സാഹം വരാൻ വേണ്ടി അന്ന് ഫോക്ക് സോങ്സ് ഉണ്ടായിരുന്നു, ഇല്ലേ, കൊയ്ത്ത് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അതിനെ ബേസ് ചെയ്താണ്. അതുപോലെ പശുओं को मारकर खाकर ही वह तृप्त नहीं हुआ, उसकी खाल को बनाया ढोल और उनकी सींग की बनाई तुरही. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊന്നപ്പോൾ അതിൻ്റെ തോലുകൊണ്ട് ചെണ്ടയും ഉണ്ടാക്കി മനുഷ്യൻ. അപ്പം മനുഷ്യന് ആഹാരത്തോടൊപ്പം മനസ്സിൻ്റെ സന്തോഷവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് റൈറ്റർ ഊന്നി പറയുകയാണ്. അതുപോലെ ഇതിൻ്റെ തുരഹി, ഇതാണ് തുരഹി, മൃഗങ്ങളുടെ. അപ്പം ഒരു മൃഗം വേറെ മൃഗത്തിനെ ഭക്ഷിക്കുന്നു, പക്ഷേ ഭക്ഷിച്ചു കഴിഞ്ഞ് മൃഗത്തിന് പിന്നെ വേറെ പർപ്പസൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ മൃഗത്തിനെ ഭക്ഷിക്കാൻ എടുത്താലും അതിൻ്റെ തോലുകൊണ്ടും അതിൻ്റെ കൊമ്പ് കൊണ്ടും ഈ വക മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ മനുഷ്യൻ പണ്ടേ ഉണ്ടാക്കിയിരുന്നു. मछली मारने के लिए जब वह अपनी नाव में पतवार का पंख लगाकर जल पर उड़ा जा रहा था तब उसकी छप छप में उसने ताल पाया, तराने
അതുപോലെ നമുക്ക് കൊയ്ത്തുപാട്ട് പോലെ തന്നെ നമുക്ക് വഞ്ചിപ്പാട്ടും ഉണ്ട് അല്ലേ? വഞ്ചി തുഴയുമ്പോൾ ഉള്ള ഒരു താളവും മേളവും. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ കൂടെ കൊണ്ട് നടന്നിരുന്നു. ഇത് മൃഗങ്ങൾക്കില്ലാത്ത ഒരു സ്വഭാവമാണ്. ബാസ് സേ ഉസ്നെ ലാഠി ഹി നഹി ബനായി വംശി ഭി ബനായി. അതുപോലെ മുള അവനൊരു ആയുധമായിട്ട് ഉപയോഗിച്ചു, അതുപോലെ മുരളിയും ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ ഫ്ലൂട്ടും ഉണ്ടാക്കി. അപ്പോൾ ഈ മനുഷ്യന് സംഗീതം, നൃത്തം അല്ലെങ്കിൽ കല ഇതെല്ലാം മനുഷ്യൻ്റെ കൂടെ തന്നെ വസിക്കുന്നതാണ്. അപ്പോൾ ഗുലാബിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം, ഈ സൗന്ദര്യ ആസ്വാദനം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഗേഹു എന്ന് പറയുമ്പം ഭക്ഷണത്തിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. രാത് കാ കാല ഘുപ്പ് അന്ധേര ദൂർ ഹുआ तब यह उच्छ्वसित हुआ सिर्फ इसलिए नहीं कि अब पेट पूजा की समिधा जुटाने में उसे सहूलियत मिलेगी, बल्कि वह आनंद विभोर हुआ उषा की लालिमा से, उगते सूरज की शनै शनै प्रस्फुटित होने वाली सुनहरी किरणों से. അതുപോലെ രാത്രിയുടെ അന്ധകാരം മാറി പുലർവേലയിലെ ആ ഒരു മനോഹരമായ ദൃശ്യം കണ്ടിട്ട് മനുഷ്യൻ ഇനിയിപ്പോൾ പകലായി, ഇനിയിപ്പം ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ മാത്രമല്ല മനുഷ്യൻ ചിന്തിച്ചത്. ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട് എത്രയോ കവികൾ, എത്രയോ കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ എത്രയോ ആർട്ടിസ്റ്റുകൾ ഈ ഒരു സീനിനെ പകർത്തിയിട്ടുണ്ട്. എത്രയോ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയിൽ വളരെ മനോഹരമായിട്ട് ഈ സീനിനെ പകർത്തിയിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന് ഭക്ഷണം മാത്രമല്ല, മനസ്സിൻ്റെ ആനന്ദവും ഒപ്പം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. पृथ्वी पर चमचम करते लक्ष लक्ष ओस कणों से आसमान में जब बादल उमड़े तब उनमें अपनी कृषि का आरोप करके ही वह प्रसन्न नहीं हुआ. उनके सौंदर्य बोध ने उसके मन मोर को नाच उठने के लिए लाचार किया. इंद्रधनुष ने उसके हृदय को भी इंद्रधनुषी रंगों में रंग दिया. അതുപോലെ മഴ പെയ്ത് തുടങ്ങുമ്പോഴും ഇനി മഴ വന്നല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ കൃഷിയെല്ലാം ജോറായിട്ട് വളരും, അപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ കിട്ടും എന്ന ചിന്ത മാത്രമല്ല മനുഷ്യനുണ്ടായിരുന്നത്. മനുഷ്യൻ അതിലും സൗന്ദര്യം കണ്ടു. ആ ഒരു ഇന്ദ്രധനുഷ്, ആ ഒരു റെയിൻബോയുടെ ഒരു ഭംഗി, റെയിൻബോ കാണുമ്പോൾ എങ്ങനെ മയിൽ നൃത്തമാടിയോ അതേപോലെ മനുഷ്യൻ്റെ മനസ്സും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും മനുഷ്യൻ ഉല്ലാസ നൃത്തം ചെയ്യുകയും ചെയ്യും. ബാരിഷ് ജബ് ഹോത്തി ഹൈ. मानव शरीर में पेट का स्थान नीचे है, हृदय का ऊपर और मस्तिष्क का सबसे ऊपर. ഇനി അങ്ങോട്ട് വിശകലനം ചെയ്ത് ഈ വിഷയത്തെപ്പറ്റി ഡീപ്പായിട്ട് പറഞ്ഞ് രാംഋഷ് ജി പറയാണ്, മനുഷ്യ ശരീരത്തിൽ ഉദരത്തിൻ്റെ സ്ഥാനം താഴെയാണ്, ഹൃദയ അതിന് മുകളിലും, നമ്മുടെ മസ്തിഷ്കം അതിനേക്കാളും മുകളിൽ. പശുओं की तरह उसका पेट और मानस समांतर रेखा में नहीं है. മൃഗങ്ങളിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം അതാണ്, അവരുടെ വയറും മസ്തിഷ്കവും എല്ലാം ഒരേ ലെവലിലാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ വയറിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. ജിസ് ദിൻ വഹ സീധേ തൻകർ ഖടാ ഹുआ മാനസ് ने उसके पेट पर विजय की घोषणा की. അപ്പോൾ മനുഷ്യൻ അങ്ങനെ നിവർന്ന് നിന്ന സമയത്ത് മനുഷ്യൻ നിവർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഉദരത്തിൻ്റെ മുകളിൽ ആയി മസ്തിഷ്കം. അപ്പോൾ ഉദരത്തിൻ്റെ മുകളിലൊരു ആധിപത്യം സ്ഥാപിച്ചു മസ്തിഷ്കം. गेहूं की आवश्यकता उसे है, किंतु उसकी चेष्टा रही है गेहूं पर विजय प्राप्त करने की. उपवास, व्रत, तपस्या ആദി ഉസി ചേഷ്ടാക്കെ ഭിന്ന ഭിന്ന രൂപ രഹേ ഹെ. ഇനി ഗേഹു അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യം മനുഷ്യനുണ്ട്, പക്ഷേ അതിനെ പല രീതിയിൽ കൺട്രോൾ ചെയ്യാനും മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. പല രീതിയിൽ വിജയപ്രാപ്ത് കർണേക്ക് കോശിഷ് ഉസ്നേക്ക്. എങ്ങനെയൊക്കെയാണ്? ഉപവാസം ഇരുന്ന്, വ്രതം അനുഷ്ഠിച്ച്, തപസ്യ ചെയ്ത്, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എത്രയോ ദിവസം വേണേൽ മനുഷ്യൻ പിടിച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. ജബ് തക് മാനവ് കെ ജീവൻ മേ ഗേഹൂ ഓർ ഗുലാബ് കാ സമതുലൻ രഹാ വഹ സുഖി രഹാ ആനന്ദമയ രഹാ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഗേഹൂ ഓർ ഗുലാബ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സും നമ്മുടെ മെൻ്റൽ സന്തോഷവും, നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സും നമ്മുടെ മാനസിക ആഗ്രഹങ്ങൾ, നമ്മുടെ ഫിസിക്കൽ നീഡ്സും നമ്മുടെ കൾച്ചറൽ നീഡ്സും അത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടിരുന്നപ്പോൾ നമുക്ക് ഹ്യൂമൻ കൈൻഡിന് തന്നെ അത് ഓക്കെ ആയിരുന്നു. വഹ കമാത്താ ഹുവാ ഗാത്താ ഥാ और गाता हुआ कमाता था.
उसके श्रम के साथ संगीत बंधा हुआ था और संगीत के साथ श्रम. ജോലി ചെയ്യുമ്പം പാട്ട് പാടുകയും പാട്ട് പാടിക്കൊണ്ട് ജോലി ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു മനുഷ്യൻ. ഉസ്കാ സാവല ദിൻ മേ ഗായേ ചറാത്താ ഥാ, രാത് മേ രാസ് രചാത്താ ഥാ. ഉസ്കാ സാവല, സാവല മാ നിറമുള്ള ആളെയാണ് സാവല എന്ന് വിളിക്കുന്നത്. നമ്മുടെ സാവല ആരാണ്? കൃഷ്ണനാണ്. വോ സുബ ഗായ ചറാത്താ ഥാ, രാത് മേ രാസ് രചാത്താ ഥാ. പകല് അധ്വാനിക്കുകയും പകല് ഗോക്കളെ മേയ്ക്കുകയും ഗോപികമാരുടെ കൂടെ രാസലീല കളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു ലൈഫിലെ ബാലൻസിങ്, ആ ഒരു ബ്രജപ്രദേശത്തിൽ ബ്രജവാസികളോടൊപ്പം ഗോക്കളെ മേയ്ക്കുകയും അതുപോലെ അവരെ സന്തോഷിപ്പിക്കുകയും, അപ്പോൾ ശാരീരിക ആവശ്യവും മാനസിക ആവശ്യവും ഒരേപോലെ നിറവേറുന്ന സമയത്ത് അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. पृथ्वी पर चलता हुआ वह आकाश को नहीं भूला था और जब आकाश पर उसकी नज़रें गड़ी थी उसे याद था कि उसके पैर मिट्टी पर हैं, किंतु धीरे धीरे यह समतुलन टूटा. ഇപ്പോൾ ബ്രജപ്രദേശത്തിൽ കൃഷ്ണൻ രാധയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ സ്നേഹം മാത്രം പറഞ്ഞിരുന്ന കൃഷ്ണൻ, രാധയ്ക്കും അത് മാത്രമേ അറിയുള്ളായിരുന്നു, ബ്രജവാസികൾക്കും അത് മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ പിന്നീട് മഥുരയിലേക്ക് പോയ കൃഷ്ണൻ പിന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കാണുന്നത്. ഓർ കൃഷ്ണ ഫിർ രാധാക്കോ മനോ ഭൂൽ സാ ഗയാ. പിന്നെ രാധയ്ക്ക് ഒരു അറിവുമില്ല കൃഷ്ണനെ പറ്റി. പിന്നീട് കൃഷ്ണനെ നമ്മൾ കാണുന്നത് ഒരു ദ്വാരകാധീശനായിട്ടും പിന്നീട് കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയിലുള്ള ആ ഒരു മഹാഭാരത യുദ്ധത്തിലെ സൂത്രധാരനായിട്ടാണ് നമ്മൾ കൃഷ്ണനെ കാണുന്നത്. അപ്പം അവിടെയാണ് ഒരു സമതുലൻ തെറ്റിയത്, ആ ഒരു ബാലൻസ് തെറ്റിയത്. अब गेहूँ प्रतीक बन गया हड्डी तोड़ने वाले, उबाने वाले, थकाने वाले, नारकीय यंत्रणाएं देने वाले श्रम का. ഇപ്പം ഗേഹു അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയുമ്പം പാവപ്പെട്ടവൻ്റെ ഒരു അടയാളമായിട്ട് മാറിയിരിക്കുകയാണ്. കർഷകൻ്റെ, പാവപ്പെട്ട കർഷകൻ്റെ, സ്വന്തമായിട്ട് മണ്ണില്ലാത്ത കർഷകൻ്റെ, രാവും പകലും അധ്വാനിക്കുന്നവൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് ഗേഹു. വോ ഉസേ ഉസ്കെ ലിയെ ഉബാനെ വാല ഹെ. ബോറടിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ്, അയാൾക്കതൊരു തൊഴിൽ മാത്രമാണ്. ആ ഒരു മസ്ദൂർ, ആ ഒരു ഗേഹു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകന് ഇപ്പം അതിൽ ഒരു ആനന്ദവും കാണുന്നില്ല. കാരണം എന്താണ്? വഹ ശ്രം ജോ പേട്ട് കി ശുദ്ധാ ഭി അച്ഛി തറ ശാന്ത് ന കർ സക്കെ. അവനീ ഉൽപ്പാദിപ്പിക്കുന്നതേ ഉള്ളൂ, അവനീ കൃഷി രാവും പകലും ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നേ ഉള്ളൂ. വഹ ഉസ്കി പേട്ട് കി ശുദ്ധ ശാന്ത് നഹി കർ സക്താ ഹെ. അവൻ്റെ വിശപ്പ് പോലും, അവൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പ് പോലും മാറ്റാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. और गुलाब बन गया प्रतीक विलासिता का, भ्रष्टाचार का, गंदगी और गलीश का. പിന്നെ ഈ ഗുലാബ് എന്തിൻ്റെ പ്രതീകമായിട്ട് മാറി? വിലാസിതയുടെ പ്രതീകമായിട്ട് മാറി. എന്ന് വെച്ചാൽ ആഘോഷിക്കുന്നവൻ അങ്ങ് എല്ലാം ഇപ്പോഴും ഇപ്പം സംഗീതം ആസ്വദിക്കുകയാണെങ്കിൽ സംഗീതത്തിൽ മുഴുകി കർമ്മം ചെയ്യാതെ സംഗീതം മാത്രം ആസ്വദിക്കുന്ന ഒരു കൂട്ടർ. അപ്പം അതൊരു ബാലൻസ് അല്ല. അധ്വാനിക്കുകയും അതുപോലെ മാനസിക ഉല്ലാസത്തിന് നൃത്തവും സംഗീതവും ഒക്കെ ആസ്വദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊരു ബാലൻസിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അൺബാലൻസ് അത് എഴുത്തുകാരനെ വല്ലാതെ വിഷമിപ്പിച്ചു. വഹ വിലാസിത ജോ ശരീർ കോ നഷ്ട കർത്തി ഹെ ഓർ മാനസ് കോ ഭി. ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ഡാമേജ് ചെയ്യുന്ന ഒരു വിലാസിത, ഒരു ലക്ഷറി ലൈഫ്, അത് ശരിയല്ല. अब उसके सांवले ने हाथ में शंख और चक्र लिए, नतीजा महाभारत और यदुवंशियों का सर्वनाश. अब जब सांवले ने हाथ में शंख लिया, ശംഖ് ഊതിയിട്ടാണ് മഹാഭാരത യുദ്ധം തുടങ്ങിയിരുന്നത്. അന്ന് യുദ്ധ നിയമങ്ങളൊക്കെ വളരെ പാലിക്കപ്പെടുമായിരുന്നു. അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ 18 ദിവസം മാത്രം നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തിനെ മഹാഭാരത യുദ്ധം എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യ കണ്ട ഒരു വലിയ മഹായുദ്ധമായിരുന്നത്. 18 ദിവസം മാത്രമായിരുന്നെങ്കിലും കാലാകാലങ്ങളിൽ കൗരവരും പാണ്ഡവരുടെയും മനസ്സിൽ യുദ്ധം നടന്നിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സാവല. ഹമാരെ സാവലേനെ ജബ് ശംഖ് और चक्र हाथ में लिया तो उसका क्या नतीजा हुआ? महाभारत और यदुवंशियों का सर्वनाश. वह परंपरा चली आ रही है. आज चारों ओर महाभारत है, ग्रह युद्ध है, സർവനാശ് है, മഹാനാശ് है. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും മഹാഭാരത യുദ്ധങ്ങൾ പല പല കുടുംബങ്ങളിൽ പല പല വീടുകളിൽ നടക്കുന്നുണ്ട്. गेहूँ सिर धुन रहा है खेतों में, गुलाब रो रहा है बगीचों में. दोनों अपने अपने पालनकर्ताओं के भाग्य पर
दुर्भाग्य पर. अब गेहूं और गुलाब दोनों रो रहे हैं. രണ്ടുപേരും തലയടിച്ച് കരയാണ്. എന്തിനാണ്? ഈ മനുഷ്യനെ ഓർത്തിട്ട്. मनुष्य के दुर्भाग्य पर और मनुष्य के भाग्य पर सोचकर दोनों रो रहे हैं. चलो पीछे मुड़ो. गेहूं और गुलाब में हम एक बार फिर സമതുലൻ സ്ഥാപിത് കരേ. ഇപ്പം ലേഖക് പറയുന്നത് നമുക്കൊന്ന് പുറകോട്ട് പോവാം. മനുഷ്യ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിൻ്റെ ഹിസ്റ്ററി ഒന്ന്, നിൻ്റെ പാസ്റ്റ് നീ മറക്കാതിരിക്കുക. നീ നിൻ്റെ ഭൂതകാലം ഒന്ന് ആലോചിച്ച് നോക്ക്. ലേക്കിൻ ഫിർ ലേഖക് कहते हैं किंतु मानव क्या पीछे मुड़ा है, मुड़ सकता है. ഈ മനുഷ്യൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല, ചിന്തിച്ച് നോക്കാറില്ല, തൻ്റെ പാസ്റ്റിൽ നിന്നൊന്നും പഠിക്കാറില്ല. യഹ മഹായാത്രി ചൽത്താ രഹാ ഹെ, ചൽത്താ രഹേഗാ. और क्या नवीन समतुलन चिरस्थायी हो सकेगा? क्या इतिहास फिर दोहरा कर नहीं रहेगा? नहीं, മാനവ് കോ പീछे മോഡ്നെ की ചേഷ്ട ന കരൂ. അപ്പോൾ ഒരു വശത്തിൽ റൈറ്റർ തിരിഞ്ഞു നോക്കൂ, ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കൂ, പണ്ട് മനുഷ്യൻ ജീവിച്ച പോലെ ജീവിക്കൂ. പക്ഷെ പിന്നെ റൈറ്ററിന് തന്നെ തോന്നും പണ്ട് മഹാഭാരത യുദ്ധം ഉണ്ടായിട്ടില്ലേ, അപ്പം പാസ്റ്റിൽ നിന്ന് പഠിക്കാനും പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. अब गुलाब और गेहूं में फिर समतुलन लाने की चेष्टा में सिर खपाने की आवश्यकता नहीं. അപ്പോൾ ചില സമയത്ത് നിരാശാവാദിയായിട്ട് റൈറ്റർ പറയാണ് ഇനിയും ഗേഹു ഓർ ഗുലാബ് എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരിക ആവശ്യവും നമ്മുടെ മാനസിക ഉല്ലാസവും ഇത് തമ്മിലുള്ള ഒരു ബാലൻസിങ്, അത് വേണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ വ്യർത്ഥമാണെന്ന് തോന്നുന്നു. अब गुलाब गेहूं पर विजय प्राप्त करे, गेहूं पर गुलाब की विजय चिर विजय. अब नए मानव की यह नई आकांक्षा हो, क्या यह संभव है? बिल्कुल 16 आने संभव है. ഗുലാബ് ഗേഹൂ പർ വിജയ പ്രാപ്ത് കരെ. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കുമോ? ഗേഹൂടെ മുകളിൽ ഗുലാബിൻ്റെ ഒരു വിജയം. ഇത് സംഭവിക്കും, 100 വട്ടം സംഭവിക്കും. विज्ञान ने बता दिया है यह गेहूं क्या है, और उसने यह भी बता दिया है और उसने यह भी जता दिया है कि मानव में यह चिर बुभुक्षा क्यों है. ഇപ്പോൾ സയൻസ് വളരെയധികം ഡെവലപ്പായി. നമുക്കിപ്പോൾ അറിയാം ഇല്ലേ നമ്മുടെ ഫുഡ് നീഡ്സ് എന്താണ്, നമ്മുടെ എന്ത് വൈറ്റമിൻസിൻ്റെ കുറവല്ലേ, എന്ത് കാൽഷ്യം, എന്ത് പ്രോട്ടീൻ. ഇപ്പോൾ ഗ്രോയിങ് സ്റ്റേജ് കുട്ടിക്ക് എന്താണ് കൂടുതൽ വേണ്ടത്, പ്രോട്ടീനാണോ വേണ്ടത്, ഓൾഡ് ഏജ് ആൾക്കാർക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ മനുഷ്യനെ ഫുഡിനെ പറ്റിയുള്ള ഒരു ആവലാതി മനുഷ്യൻ്റെ ആവശ്യമില്ല. കാരണം ഫുഡ് എന്താണെന്നും അതിൻ്റെ കോമ്പോണൻസ് എന്താണെന്നും ഇപ്പോൾ സയൻസ് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. गेहूं का गेहूत्व क्या है हम जान गए हैं. यह गेहूत्व उसमें आता कहाँ से है, हमसे यह भी छिपा नहीं है. पृथ्वी और आकाश के कुछ तत्व एक विशेष प्रतिक्रिया के पौधों की बालियों में संग्रहित होकर गेहूं बन जाते हैं. उन्हीं तत्वों की कमी हमारे शरीर में ഭൂക്ക് നാം പാത്തി ഹെ. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്തുവാണെന്നും എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ഫുഡ് മെറ്റീരിയലിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തുണ്ടാകുമ്പോഴാണ് നമ്മൾ അനീമിക് ആവുന്നതും നമ്മുടെ എന്തൊക്കെ നമ്മുടെ ഡെഫിഷ്യൻസി സിൻഡ്രംസ് ഉണ്ടോ അതെല്ലാം നമുക്കിപ്പം മനസ്സിലായി. क्यों पृथ्वी की कुढ़ाई जुताई गुड़ाई, हम पृथ्वी और आकाश के नीचे इन तत्वों को क्यों न ഗ്രഹൺ करें. അപ്പം നമ്മൾ ഈ ഒരു തത്വങ്ങൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്ത് നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് എന്തൊക്കെ വേണം, മിതമായ രീതിയിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് ഹം ക്യോ പൃഥ്വി കോ ജാദാ കുടായി ജുതായി ഗുഡായി മേ ലഗേ ഹെ. ആവശ്യത്തിന് മനുഷ്യൻ അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അമിതമായിട്ട് ഭൂമിയെ നമ്മൾ വേദനിപ്പിക്കേണ്ട കാര്യം ഇല്ല. യഹ് തോ അൻഹോനി ബാത്ത് യുട്ടോപ്പിയ എൻ്റെ ലേഖക് തന്നെ പറയാണ് യഹ് തോ അൻഹോനി ബാത്ത്, ഇതൊരു ഇമ്പോസിബിൾ കാര്യമാണ്. കാരണം മനുഷ്യൻ എപ്പോഴും കാരണം മനുഷ്യരൊരിക്കലും ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലായെങ്കിലും ഇനി എൻ്റെ ശരീരത്തിന് ഇത്രയാണ് വേണ്ടത്, എൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഇത്രയും പ്രോട്ടീനും ഇത്രയും കാർബോഹൈഡ്രേറ്റും ഇത്ര വെള്ളം ഇതൊക്കെ നമുക്ക് വേണം എന്ന് നമ്മൾ അറിഞ്ഞാലും നമ്മൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്യും. അല്ലാതെ മിതമായിട്ട് മനുഷ്യൻ കൺസ്യൂം ചെയ്യും എന്ന് ചിന്തിക്കുന്നത് എന്തിനെ പോലെയാണ്? ഇമ്പോസിബിളാണ്. ജസ്റ്റ് ലൈക്ക് ഉട്ടോപ്പിയ അല്ലേ. 1516 സർ തോമസ് മൂർ എഴുതിയ ഒരു ഇമാജിനറി ഒരു ഐലൻഡിനെ പറ്റി, ഒരു ദ്വീപ്, അതിനെപ്പറ്റിയുള്ള ഒരു ബുക്കാണ് ഉട്ടോപ്പിയ. അപ്പോൾ അതിൽ ജനങ്ങളെല്ലാം വളരെ സമത്വം പാലിക്കുന്നതും എല്ലാ രീതിയിലും വളരെ ഐഡിയൽ
ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഇമ്പോസിബിൾ. മനുഷ്യരുള്ളിടത്തോളം കാലം തമ്മിൽ വഴക്കിടുകയും തമ്മിൽ ജലസാകുകയും ഒരിക്കലും ഒരു ഐഡിയൽ സൊസൈറ്റി നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തുള്ളൂ. ജസ്റ്റ് ലൈക്ക് തോമസ് മൂർ അതിൻ്റെ ഉട്ടോപ്യ പോലെ. യഹ അൻഹോനി ബാത് उटोपिया तब तक बनी रहेगी जब तक मानव संहार कांड के लिए ही आकाश पाताल एक करता रहेगा. जो ही उसने जीवन की समस्याओं पर ध्यान दिया यह बात हस्तामकलवत सिद्ध होकर रहेगी. ജീവൻ की समस्याओं पर जब आदमी ध्यान देगा, മനുഷ്യൻ്റെ യഥാർത്ഥ പ്രോബ്ലംസ് എന്താണ് എന്ന് മനസ്സിലാവുമ്പോഴാണ് അവന് ഹസ്താമൽക്കവത് വോ സിദ്ധ ഹോ ജായേഗ. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ഉള്ളം കയ്യിലുള്ള നെല്ലിക്ക പോലെ. അതൊരു പ്രയോഗമാണ് ഹിന്ദിയിൽ. ഹസ്ത എന്ന് വെച്ചാൽ സാൻസ്ക്രിത് വേർഡാണ് ഹാത്തിന് പകരം കൈ. കൈക്കകത്തുള്ള അംല നെല്ലിക്ക പോലെ എന്ന് വെച്ചാൽ എനിക്കിതിനെപ്പറ്റി എല്ലാം അറിയാം. എൻ്റെ കയ്യിലുള്ള നെല്ലിക്ക എന്താണെന്ന് എനിക്കെല്ലാം അറിയാം. അത്രയ്ക്ക് കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയുന്നതിനെയാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. ഹസ്താമൽക്കവത്. और विज्ञान को इस ओर आना है, नहीं तो मानव का क्या, सर्व ब्रह्मांड का संहार निश्चित है. विज्ञान धीरे धीरे इस ओर भी कदम बढ़ा रहा है. സയൻസെ നമുക്കിനി ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ. സയൻസിന് നമുക്ക് നമ്മുടെ നീഡ്സ്, ഈവൻ സയൻസ് നമ്മളിപ്പം വളരെ രീതിയിൽ സൈക്കോളജിക്കൽ ഫാക്റ്റൊക്കെ നമ്മളോട് നിരത്തിയിട്ട് നമ്മുടെ മാനസിക കൺട്രോൾ വരുത്താനുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ സയൻസ് ചെയ്യുന്നുണ്ട്. कम से कम इतना तो अवश्य ही कर देगा कि गेहूँ इतना पैदा हो कि जीवन की परमावश्यक वस्तुएं हवा पानी की तरह इफरात हो जाए. നമുക്ക് ലൈഫിൽ വായു വളരെ നിഷ്പ്രയാസം കിട്ടുന്ന ഒരു സാധനം അല്ലേ, ഹവ പാനി. ഇതുപോലെ ഈ ഭോജനവും ഭക്ഷണപദാർത്ഥവും എല്ലാവർക്കും പോസിബിളായിട്ട് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സൂത്രപ്പണി സയൻസ് കണ്ടുപിടിക്കണം. बीज खाद सिंचाई जुताई के ऐसे तरीके और किस्म आदि तो निकलते ही जा रहे हैं जो गेहूं की समस्या को हल कर दे. അപ്പോൾ ഇപ്പോൾ പല വെറൈറ്റിയിലെ ഹൈബ്രിഡ് വിത്തുകളുണ്ട്, പല വെറൈറ്റിയിലെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, പല വെറൈറ്റിയിലെ ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്. അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് സയൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രചുരത, शारीरिक आवश्यकताओं की पूर्ति करने वाले साधनों की प्रचुरता की ओर आज का मानव प्रभावित हो रहा है. प्रचुरता की ओर आज का मानव प्रभावित हो रहा है. कैसी प्रचुरता? शारीरिक आवश्यकताओं की पूर्ति करने वाले साधनों की प्रचुरता. ഈ പ്രചുരത എന്ന് വെച്ചാൽ പ്രചുർ മാത്രമേ മില്ല, വലിയ ക്വാണ്ടിറ്റിയിൽ കാര്യങ്ങൾ കിട്ടുക. അപ്പം നമ്മളിപ്പോൾ മനുഷ്യർ ശാരീരിക ആവശ്യകതാവുകി പൂർത്തി, നമ്മുടെ ഫിസിക്കൽ നീഡ്സ്, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആവശ്യങ്ങൾ, അതിനുവേണ്ടിയുള്ള എക്സസ് ആണ് നമ്മളിപ്പോൾ കൂടുതലും റിസർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. പ്രചുരത एक प्रश्न चिन्ह, क्या प्रचुरता मानव को सुख और शांति दे सकती है? അടുത്ത ചോദ്യം റൈറ്റർ ചോദിക്കുന്നത്, എല്ലാ കാര്യവും എക്സസ് ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സുഖവും സമാധാനവും കിട്ടുമോ? അതൊരു വല്ലാത്ത ചോദ്യമല്ലേ. പണം ഒരുപാടുള്ളവർക്ക് സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ എന്നൊരു ചോദ്യം പോലെ ആയിപ്പോവും. അപ്പം എന്തും എക്സസ് ആയാലും കുഴപ്പമാണ്. ഹമാര സോനെ കാ ഹിന്ദുസ്ഥാൻ യഹ ഗീത് ഗായിയെ കിന്തു യഹ ന ഭൂലിയെ कि यहाँ एक सोने की नगरी थी जिसमें राक्षसता निवास करती थी. നമ്മുടെ ഇന്ത്യ ഒരു സോനേക്കി ചിടിയ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ. അതിന് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കാരണമാണ്. 3 വശത്ത് കടൽ, ഒരു വശത്ത് ഹിമാലയം, പിന്നെ ചില സ്ഥലത്ത് ഡെസേർട്ട്. ഈ ജോഗ്രഫിക്കൽ വെറൈറ്റി ഇന്ത്യനെ വളരെ അധികം നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റി. ഇപ്പോൾ കടൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വളരെ, മത്സ്യം ഉൾപ്പെടെ വളരെയധികം കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ, കാഷ്യൂനട്ട്, കോക്കനട്ട്. കശ്മീരിലോട്ട് പോവുകയാണെങ്കിൽ ആപ്പിൾ, ആൽമണ്ട്, സാഫ്രൺ. ഡെസേർട്ട് ഏരിയാസിൽ ഡേറ്റ്സ്, പിന്നെ മിനറൽസ്. അങ്ങനെ പഞ്ചാബ്, ഹരിയാന ആണെങ്കിൽ വീറ്റ്, റൈസ്, ബാജ്ര, അതിനെല്ലാത്തിനും. അങ്ങനെ എല്ലാ വെറൈറ്റി പ്രോഡക്ട്സും നമ്മുടെ ഈ ഒരു വെജിറ്റേറ്റീവ് അല്ലെ. ചില രാജ്യങ്ങളൊക്കെ നമ്മൾ ഈ വലിയ ആഘോഷിക്കപ്പെടുന്ന വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഫുൾ ടൈം മഞ്ഞായിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഒന്നും അവർക്കില്ല വാസ്തവത്തിൽ. അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഭയങ്കര ഡെസേർട്ട് ഏരിയ ആണ്, വല്ലാത്ത ചൂട് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ കണക്കിന് നമ്മുടെ ജോഗ്രഫി വളരെ നല്ലതാണ്, നമ്മുടെ ലൊക്കേഷൻ വളരെ പെർഫെക്റ്റ് ആണ്. ലേക്കിൻ लेखक क्या कहते हैं कि सोने की हिंदुस्तान है, लेकिन हमें ये भी नहीं भूलना चाहिए
कि यहाँ सोने की एक नगरी भी थी. ശ്രീലങ്ക അറിയപ്പെട്ടിരുന്നത് സോനേക്കി നഗരി എന്നാണ്, ലങ്ക നഗരി. അവിടെ രാക്ഷസത നിവാസ് കർത്തി थी. എല്ലാം അമിതമായിട്ടുണ്ടെങ്കിൽ രാക്ഷസീയ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. जिसे दूसरे की बहू बेटियों को उड़ा ले जाने में तनिक भी झिझक नहीं थी. മറ്റുള്ളവരുടെ സ്ത്രീകളുടെ മുകളിൽ കണ്ണുവെക്കുക, മറ്റുള്ളവരുടെ ഭാര്യ. അപ്പം അങ്ങനത്തെ പ്രവൃത്തി, രാക്ഷസീയ പ്രവൃത്തി ഈ പ്രചുരത ഉണ്ടാവുമ്പം കൂടെ ഉണ്ടാവും. എല്ലാം തികഞ്ഞു കഴിയുമ്പം പിന്നെ വേറെ രീതിയിൽ ആക്രമണം മനുഷ്യൻ്റെ മനസ്സിൽ, വാസനകൾ ഒക്കെ ജനിക്കും. രാക്ഷസത जो रक्त पीती थी, जो अभक्ष्य खाती थी, जिसके अकाय शरीर था, 10 सिर थे, जो 6 महीने सोती थी. അപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷിക്കാൻ പാടില്ലാത്ത? അത് ഭക്ഷിക്കുക, വളരെ വലിയ ശരീരം ഉള്ളവർ, രക്തം കുടിക്കുന്നവർ, ഇതൊക്കെ നമ്മുടെ ഒരു രാക്ഷസരുടെ ഒരു സങ്കല്പമാണ് അല്ലേ. 10 തലയുണ്ടെന്നും കുംഭകർണൻ 6 മാസം ഉറങ്ങുകയും 6 മാസം ഭക്ഷിക്കുകയും ചെയ്യുമെന്നും, ഇതൊക്കെയാണ് പ്രചുരത ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം. गेहूँ बड़ा प्रबल है, वह बहुत दिनों तक हमें शरीर का गुलाम बनाकर रखना चाहेगा. पेट की शुदा शांत कीजिए तो वह वासनाओं की शुदा जागृत कर बहुत दिनों तक आपको तबाह करना चाहेगा. ഈ ഗേഹു അല്ലെങ്കിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ശാരീരിക ആവശ്യം, ഗേഹു എന്ന് ഞാൻ പറയുമ്പം നമ്മൾ അത് ഗോതമ്പ് മാത്രമായിട്ടല്ല നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. നിങ്ങൾ പിക്ചറൈസ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഫിസിക്കൽ നീഡ്സും. അതിൽ ഭക്ഷണം ഒരു വലിയ ഫാക്റ്റാണ്. അത് വളരെ ശക്തമാണ്. കാരണം എന്താണ്? ബഹുത് ദിനോ തക് ഹമേ ശരീർ കാ ഗുലാം ബനാക്കർ റഖേഗ. ഭക്ഷണം നമ്മൾ അമിതമായി കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഗുലാം ആവുകയാണ്, നമ്മളൊരു സ്ലേവ് ആവുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ. വയറിൻ്റെ വിശപ്പ് മാറിക്കഴിയുമ്പം പിന്നെ നമ്മൾ വേറെ വാസനാവും കി ശുദ്ധ, നമുക്ക് വേറെ ആഗ്രഹങ്ങൾ, വേറെ അരുതാത്ത ചിന്തകൾ ഒക്കെ വരും. തോ പ്രചുരത മേ ഭി രാക്ഷസത ന ആവേ, ഇസ്കെ ലിയേ ക്യാ ഉപായ്. അപ്പോൾ പ്രചുരത മീൻസ് എക്സസ്. ഭക്ഷണ സാധനങ്ങൾ എക്സസ് ആവുമ്പം രാക്ഷസത കൂടെ വരുമെന്ന് റൈറ്റർ പറയുന്നു. പക്ഷേ പ്രചുരത വേണം. എല്ലാവർക്കും ഭക്ഷിക്കാൻ വായു ജലം പോലെ തന്നെ ഭക്ഷണവും ആകണം. പക്ഷേ രാക്ഷസതയും വരാൻ പാടില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? എന്തുപായമാണ് അതിന് ഉള്ളത്? अपनी मनोवृत्तियों को वश में करने के लिए आज का मनोविज्ञान 2 उपाय बताता है. നമ്മുടെ ഇന്നത്തെ സൈക്കോളജി ഈ മനോവൃത്തി, നമ്മുടെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ വാസനകളെ അതിനെ കൺട്രോളിൽ വെക്കാൻ 2 കാര്യങ്ങൾ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ദ്രിയോं के संयमन की और वृत्तियों को ऊर्ध्वगामी करने की. ഇന്ദ്രിയോं के संयमन, നമ്മുടെ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മൾ പറയില്ല നമ്മുടെ 5 സെൻസസ്, അതിൽ നിന്ന് ഇപ്പോൾ കണ്ണ്, നമ്മൾ ഒരു കാര്യം കാണുമ്പോഴാണ് നമുക്ക് ദുഷ്പ്രവൃത്തിയിലേക്ക് പോകുന്നത്, അല്ലെ കേൾക്കുമ്പോൾ, അല്ലെ സ്വാദ് ആസ്വദിക്കുമ്പോൾ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം കൺട്രോളിൽ വെക്കണം. അതുപോലെ വൃത്തിയോങ്കോ ഊർധ്വഗാമി കറോ. വൃത്തിയാ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇച്ഛകളെ എല്ലാം അത് ഊർധ്വഗാമി കർണ, അതിനെ ഒരു സബ്ലൈം ലെവലിൽ എത്തിക്കുക, ഒരു ഹൈ ലെവലിൽ. നമ്മുടെ ആ ഒരു മാനസിക ആവശ്യത്തിനെ ഒരു ടാലൻ്റായിട്ട് മാറ്റിയിട്ട് അതിനെ ഒരു ആർട്ട് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെ ഒരു ചീത്ത വാസനയിലേക്ക് വിടാതെ ഇരിക്കുക. संयमन का उपदेश हमारे ऋषि मुनि देते आए हैं, किंतु इसके बुरे नतीजे भी हमारे सामने हैं. बड़े बड़े तपस्वियों की लंबी लंबी तपस्याएं एक रंभा, एक मेनका, एक उर्वशी की मुस्कान पर स्खलित हो गई. വലിയ അപ്പം തപസ്യ ചെയ്യണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോളിൽ വെക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സാധു സന്യാസിമാരെയാണ് അല്ലേ. എന്താ തപസ്യ! മഴ വന്നാലും അനങ്ങാറില്ല, ജട പിടിച്ചാലും അനങ്ങാറില്ല, ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, അങ്ങനെയൊക്കെ തപസ്യ ചെയ്യുന്ന സന്യാസികൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ട്. പക്ഷേ ബഡേ ബഡേ തപസ്യോं की लंबी लंबी तपस्याएं एक रंभा, एक मेनका, एक उर्वशी की मुस्कान पर स्खलित हो गई. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ഈ വലിയ തപസ്വികളൊക്കെ മനസ്സ് ഇളക്കിയിട്ടുണ്ട്. ഒരു രംഭയെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു മേനകയെ കണ്ടപ്പോൾ, ഒരു ഉർവശിയുടെ ഒരു ചിരി കണ്ടപ്പോൾ പലരും വലിയ തപസ്വികൾ ഇളകിയിട്ടുണ്ട്. ശിവൻ പോലും പാർവതിയുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ കണ്ണ് തുറക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഈ തപസ്യ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമെങ്കിലും എപ്പോഴും അത് 100% പോസിബിൾ ആവണമെന്ന് ഇല്ല. അതാണ് നമ്മുടെ ഇതിഹാസം പറയുന്നത്, അതാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്.
आज भी देखिए गांधी जी के 30 वर्ष के उपदेशों और आदेशों पर चलने वाले हम तपस्वी किस तरह दिन दिन नीचे गिरते जा रहे हैं. നോക്കിയേ ഇന്നും അതാണ് അവസ്ഥ. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ, ഗാന്ധിജീനെ പോലെ വളരെ മഹത്തായ കാര്യങ്ങൾ, സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, ഗാന്ധിജിയുടെ ആ ഒരൊറ്റ തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ എക്സസിനെ പറ്റി ചിന്തിക്കില്ല. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, പക്ഷേ അതുപോലും നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല. हम नीचे गिरते जा रहे हैं दिन बर दिन, इसलिए उपाय एकमात्र है वृत्तियों को ऊर्ध्वगामी करना, कामनाओं को स्थूल वासनाओं के क्षेत्र से ऊपर उठाकर സൂക്ഷ്മ ഭാവനാം की ओर പ്രവൃത്തി कीजिए. നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സ്ഥൂലമായ വാസനകളിലെ പെടാതെ നമ്മൾ അതിനെ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്ത് സൂക്ഷ്മ ഭാവനവും की ओर ले जाए. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. शरीर पर मानस की पूर्ण प्रभुता स्थापित हो, गेहूं पर गुलाब की, गेहूं के बाद गुलाब, बीच में कोई दूसरा टिकाव नहीं, ठहराव नहीं. അപ്പം നോക്കിയേ, ഭക്ഷണം വേണം എന്നുള്ളത് പ്രൈമറി നീഡാണ്. गेहूं चाहिए, उसके बाद मानसिक उल्लास, गुलाब, उसके बाद मानसिक उल्लास यानी गुलाब. गेहूं की दुनिया ख़त्म होने जा रही है, वह दुनिया जो आर्थिक और राजनीतिक रूप में हम सब पर छाई है, जो आर्थिक रूप से रक्त पीती रही, राजनीतिक रूप में रक्त बहाती रही. अब गेहूं की दुनिया ख़त्म होने जा रही है, वह दुनिया जो आर्थिक और राजनीतिक रूप में हम सब पर छाई गई है. പിന്നെ റൈറ്റർ പറയുന്നത് ഈ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പിന്നെ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക്, മെറ്റീരിയലിസ്റ്റിക് ഭൗതിക സുഖങ്ങൾക്ക്, ഇതെല്ലാം ഈ ഒരു കാലം അവസാനിക്കേണ്ടിയിരിക്കുന്നു, അവസാനിക്കും. अब दुनिया आने वाली है जिसे हम गुलाब की दुनिया कहेंगे. गुलाब की दुनिया, मानस का संसार. ഗുലാബ് കാ ദുനിയ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാനസ് കാ സൻസാർ, यानी कि सांस्कृतिक जगत. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആകാം ഷുവർ. ഗുലാബ് എന്തിൻ്റെ പ്രതീകമാണ്? മാനസ് കാ പ്രതീക് ഹെ, സാംസ്കൃതിക് ജഗത് കാ പ്രതീക് ഹെ. നമ്മുടെ കൾച്ചറൽ ലൈഫിൻ്റെ ഒരു പ്രതീകമാണ് ഗുലാബ് അല്ലെങ്കിൽ റോസാപ്പൂ. അതിൽ നമ്മുടെ ഫെസ്റ്റിവിറ്റീസ് വരും, നമ്മുടെ കളേഴ്സ് വരും, നമ്മുടെ ഫോക്ക് സോങ്സ് വരും, നമ്മുടെ ഡാൻസ് വരും, നമ്മുടെ നൃത്തരൂപങ്ങൾ വരും, നമ്മുടെ പെയിൻറ്റിങ്സ് വരും, എല്ലാം വരും, നമ്മുടെ മ്യൂറൽ ആർട്സ് വരും. ഇതെല്ലാം നമ്മുടെ കൾച്ചറൽ ആസ്പെക്റ്റാണ്. ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്, മനസ്സിനെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. आहा कैसा वह शुभ दिन होगा, हम स्थूल शारीरिक आवश्यकताओं की जंजीर तोड़कर सूक्ष्म मानव जगत का नया लोक बनाएंगे. जब गेहूं से हमारा पिंड छूट जाएगा और हम गुलाब की दुनिया में स्वच्छंद विहार करेंगे. എപ്പോഴാണ് നമ്മുടെ അങ്ങനത്തെ ഒരു നാൾ വരുമോ, അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു നാൾ വരുമോ എന്ന് റൈറ്റർ ആഗ്രഹിക്കുകയാണ്. ജബ് ഗേഹൂ സെ ഹമാരാ പിണ്ട് ഛൂട്ട് ജായക. ഗേഹൂ ഭക്ഷണം അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങൾ, അത് വേണം, ഇത് വേണം, കാറ് വേണം, വീട് വേണം, ആഭൂഷണങ്ങൾ വേണം, ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് ജഹാ ജഞ്ചീർ തോടുകർ, അതിൻ്റെ ഒരു ചങ്ങലിൽ നിന്ന് മനുഷ്യൻ അതിൽ നിന്നെല്ലാം മുക്തനായി सूक्ष्म मानव जगत का नया लोक बनाएंगे, जहाँ लोग कविता का आस्वादन करेंगे, जहाँ लोग एक किताब को पढ़ेंगे, जहाँ साहित्य का आस्वादन होगा, जहाँ कोई ആർട്ടിസ്റ്റ് अपनी കല രചേക. അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കാലം വരുമോ? മനുഷ്യൻ അമിതമായി ഭൗതിക സുഖങ്ങളിൽ മാത്രം സന്തോഷം കാണാതെ ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പടം വരച്ച് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടി മൂളി ആസ്വദിക്കുകയോ ചെണ്ട കൊട്ടി ആസ്വദിക്കുകയോ അങ്ങനത്തെ ഒരു കാലം വരുമോ? गुलाब की दुनिया, रंगों की दुनिया, सुगंधों की दुनिया, भौरे नाच रहे, गूंज रहे, फूल सूंघनी फुदक रही, चहक रही, नृत्य गीत आनंद उच्छा, कहीं गंदगी नहीं, कहीं कुरूपता नहीं, आंगन में गुलाब, खेतों में गुलाब, गालों पर गुलाब खिल रहे, आँखों से गुलाब झांक रहा. जब सारा मानव जीवन रंगमय, सुगंधमय, नृत्यमय, गीतमय बन जाएगा, वह दिन कब आएगा? അപ്പം മനുഷ്യനാകെ മൊത്തം ഒരു രംഗമയ ജീവൻ, സുഗന്ധമയ ജീവിതം, ഒരു നൃത്യമയ ജീവിതം, സംഗീതമയമായ ജീവിതം, അങ്ങനത്തെ ഒരു കാലം വരുമോ? വഹ ആ രഹാ ഹെ, ക്യാ ആപ് ദേഖ് नहीं रहे हैं, कैसी आँखें हैं आपकी, शायद उन पर गेहूं का मोटा पर्दा पड़ा हुआ है, पर्दे को हटाइए
और देखिए वह अलौकिक स्वर्गिक दृश्य इसी लोक में अपनी इस മിട്ടി की പൃഥ്വി पर ही. പിന്നെ റൈറ്റർ സ്വയം അങ്ങ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മളോട് അങ്ങനെ പറയുകയാണ്, അതാ ആ ലോകം അകലെയല്ല. നിങ്ങൾ പക്ഷേ കണ്ണുള്ളവനല്ലേ കാണാൻ ഒക്കുള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൃഷ്ടി പേദാക്കറൂ. ഷോക്കെ ദീദാർ അഗർ ഹേ തോ നസർ പേദാക്കർ. ഒരു ഷായറിൻ്റെ ഒരു ഷെയറാണിത്. ആ ഷെയർ ഇങ്ങനെയാണ് പോകുന്നത്. കോൺസി ജാ ഹേ ജഹാ ജൽവായെ മാഷൂക്ക് നഹി, ഷോക്കെ ദീദാർ അഗർ ഹേ തോ നസർ പേദാക്കർ. എന്ന് വെച്ചാൽ ഇതിനർത്ഥം എന്താണ്? നസർ ആപ്കി ജിത്നി ഗഹരി ഹോ, നിങ്ങളുടെ ദൃഷ്ടിയിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസ്തറ്റിക് സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കാഴ്ച കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം മാത്രമാണ് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ നോട്ടവും അതുപോലെ ആയിരിക്കും. നിങ്ങൾ കാണുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൗകിക സുഖങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ കണ്ണ് കാണൂ. ലേക്കിൻ അഗർ ഷോക്ക് ഹേ ആപ്കോ തോ നസർ പേദാ കറോ, കാണാനുള്ള ആ ഒരു നല്ല രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ച ആദ്യം മെച്ചപ്പെടുത്തി എടുക്കുക. तो जब नज़र पैदा हो जाती है तो उसके बाद वो चीज़ें दिखती हैं जो सामान्य नज़र से दिखाई नहीं देती. അമീർ മീനായി എന്ന് പറഞ്ഞൊരു ഷായറിൻ്റെ ഷെയറാണ് ഈ വാക്കുകൾ. അത് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന അതിൻ്റെ സെക്കൻഡ് ലൈനാണ്. ഷോക്കെ ദിദാർ അഗർ ഹേ തോ നസർ പേദാക്കർ. നിങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ ആദ്യം ആ ഒരു കാഴ്ച കാണാനുള്ള ഒരു സെൻസ് നിങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഗേഹൂ ഓർ ഗുലാബ് ഈ ഒരു ലളിത് നിബന്ധ് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന്, അതിൻ്റെ ഒരു മർമ്മം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ഫിസിക്കൽ നീഡ്സിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ കുറേ ഈസ്തറ്റിക് സെൻസിലുള്ള അതിലെല്ലാം വരും. ഇപ്പം നമ്മൾ സാഹിത്യമായി ആസ്വദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ പാടുന്നത്, നൃത്തരൂപമായിരിക്കാം. അതിലും എല്ലാം സന്തോഷം കണ്ടെത്താൻ നോക്കണം. ഭക്ഷണം അല്ലെങ്കിൽ സമ്പത്ത് അതിൽ മാത്രം ഊന്നൽ നൽകാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനത്തെ ഒരു ബാലൻസ്ഡ് സൊസൈറ്റി വാസ്തവത്തിൽ ഉട്ടോപ്പിയ പോലെ തന്നെ ഇമ്പോസിബിൾ ഒരു സാധനമാണെന്ന് റൈറ്റർ പറയുന്നുണ്ടെങ്കിലും അത് പോസിബിളാണ്, അത്ര ദൂരമല്ല. അങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ്, കാരണം നമ്മൾ ഗാന്ധിജിയുടെ ഒരു നമ്മുടെ നാട്ടിൽ ഗാന്ധിജിയെ പോലൊരു പേഴ്സണാലിറ്റി ജനിച്ച ഒരു നാടാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു അപ്പം ജീവിതത്തിനെ വീക്ഷിക്കാനുള്ള ഒരു കഴിവ് ഗാന്ധിജിക്കുണ്ടായിരുന്നത് പോലെ നമുക്കും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓൺലി തിങ് ഷോക്കെ ദീദാർ അഗർ ഹേ തോ നസർ പേദാ കർ.